ശിവകാർത്തികേയന്റെ ഏറ്റവും പുതിയ റിലീസായി എത്തുന്ന സിനിമ പരാശക്തിയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ട്രെയിലർ കണ്ടു, വളരെ നന്നായിട്ടുണ്ട് ട്രെയിലർ. എന്താണോ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം അത് പൂർണ്ണമായും റിവീൽ ചെയ്യുന്ന ഒരു ട്രെയിലറാണ് അവർ ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്. സുധാ കൊങ്ങര ഡയറക്ട് ചെയ്യുന്ന ഈ ചിത്രത്തിൽ ശിവകാർത്തികേയനെ കൂടാതെ ശ്രീലീല, രവി മോഹൻ, അഥർവ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്. ഒരു പീരിയഡ് പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടാണ് ഈ ഒരു സിനിമ അവർ ഒരുക്കിയിരിക്കുന്നത്. 1964 സിനിമയുടെ കഥ നടക്കുന്നത്. ഗവൺമെന്റ് ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിനെ പ്രഖ്യാപിക്കുകയും തുടർന്ന് നടക്കുന്ന പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ പോകുന്നതെന്നാണ് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ശിവകാർത്തികേയൻ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായിട്ടാണ് സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. റെയിൽവേയിലെ ഒരു എംപ്ലോയി, ഈ കൽക്കരിയ അതൊക്കെ ചെയ്യുന്ന, കൽക്കരിയൊക്കെ പണ്ടത്തെ ട്രെയിൻ അങ്ങനത്തെ ആയിരുന്നല്ലോ, അപ്പൊ അതിലൊക്കെ അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ശിവകാർത്തികേയന്റെ അനിയനായിട്ടാണ് തോന്നുന്നു അഥർവ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു ഹിന്ദി ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ആയിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും തുടർന്ന് നടക്കുന്ന പ്രൊട്ടസ്റ്റ് ഒക്കെയാണ് ഈ സിനിമയുടെ മെയിൻ ഒരു ചർച്ചാ വിഷയം. അപ്പോൾ ആ ഒരു പ്രൊട്ടസ്റ്റിന് സ്റ്റുഡൻസിൻ്റെയൊക്കെ ഒരു ഇതിലെ രീതിയിൽ ആ ഒരു പ്രൊട്ടസ്റ്റിനെയൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു ആളായിട്ടാണ് അഥർവേനെ നമുക്ക് ഈ ട്രെയിലറിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ശിവകാർത്തികേയനായിട്ട് ഈ ഇതിനൊന്നും എതിരൊന്നും അല്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇതൊക്കെ തടയാനായിട്ട് ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് രവി മോഹൻ അവതരിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രത്തിനെ നമുക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു സംഭവത്തില് ശിവകാർത്തികേയന്റെ ഈ ഒരു അനിയനായിട്ടുള്ള അഥർവയ്ക്ക് എന്തോ സംഭവിക്കുന്നു. തുടർന്ന് ആ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഒരു ലീഡർ എന്നുള്ള രീതിയിലേക്ക് ശിവകാർത്തികേയൻ വരുന്നതും രവി മോഹനായിട്ടുള്ള ഇവർ രണ്ടുപേരായിട്ടുള്ള ഒരു ബാറ്റിലൊക്കെയാണ് സിനിമ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ശിവകാർത്തികേയന്റെ ഈ ഇടയിലുള്ള സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ വളരെ ഒരു ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ അമരനാവട്ടെ, അതിനുശേഷം മദ്രാസി അത്രയ്ക്ക് വലിയൊരു ബോക്സ് ഓഫീസ് സക്സസ് ആയില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ ആയിരുന്നു പുള്ളിയുടെ. ഇപ്പം ഈ ഒരു സിനിമ ഇത് തമിഴ്നാട്ടിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ആവാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. കൂടാതെ ഇമോഷണലി ഒക്കെ കണക്ട് ആയി കഴിഞ്ഞാൽ സിനിമ നല്ല രീതിയിൽ ബോക്സ് ഓഫീസിലും എല്ലാം നല്ല രീതിയിൽ ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സിനിമ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ അത് ശിവകാർത്തികേയന്റെ ഫിലിം കരിയറിൽ തന്നെ നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് ശ്രീലീല ശിവകാർത്തികേയൻ ഒരു ലവ് ട്രാക്ക് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി വി പ്രകാശാണ്. ട്രെയിലറിലെയൊക്കെ മ്യൂസിക്കും എല്ലാം കൊള്ളായിരുന്നു. സുധാ കൊങ്ങരയുടെ സിനിമയായതുകൊണ്ട് വളരെ എക്സ്പെക്ടേഷൻ ഉണ്ട് എനിക്ക്. പുള്ളിക്കാരത്തിന്റെ പഴയ സിനിമകൾ സൂർ റിപ്പോർട്ടറും മാധവന്റെ ഒരു ബോക്സിംഗ് കോച്ചായിട്ടൊക്കെ വരുന്ന സിനിമയൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല സിനിമകളായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ പൊങ്കലിനാണ് റിലീസിനെത്തുന്നത്. അതായത് ജനുവരി 10 ജനുവരി 9 വിജയുടെ ജനനായകൻ റിലീസിനെത്തുന്നത്. അപ്പൊ ഈ ഒരു രണ്ട് സിനിമയും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഒരു വലിയൊരു ക്ലാഷ് ആയിരിക്കും ഈ ഒരു പൊങ്കലിന് നടക്കാൻ പോകുന്നത്. സിനിമ ഒരു പീരിയഡ് പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ട്രെയിലർ കാണുമ്പോഴും ഒക്കെ മനസ്സിലാവും അത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമയാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയെക്കുറിച്ച് തോന്നിയത്? അതുപോലെ ജനനായകനും ഈ ഒരു സിനിമയും തമ്മിലൊരു കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സിനിമയായിരിക്കും ആദ്യം തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് വീഡിയോയിൽ കമന്റ് ചെയ്യുക.